നമുക്ക് നോക്കാം. പാലയിലെ പ്രതീക്ഷിത സ്ഥാനാർത്ഥികൾ 3 പേർ ഇതാണ്. മാണി സി കാപ്പന് പുറമെ ജോസ് കെ മാണിയും ഷോൺ ജോർജ് തന്നെയാവുമെന്ന് നമുക്ക് കരുതാം. അങ്ങനെയെങ്കിൽ ഓരോ സ്ഥാനാർത്ഥികൾക്കും ഓരോ സ്ഥാനാർത്ഥികളുടെയും നേട്ടവും കോട്ടവും എന്തൊക്കെയാണെന്ന് നോക്കാം. ജോസ് കെ മാണി, അദ്ദേഹത്തിന് അനുകൂല ഘടകങ്ങൾ മണ്ഡലത്തിലെ ഒരു സുപരിചിതൻ എന്ന ഒരു പ്രത്യേകത അദ്ദേഹത്തിന് അവകാശപ്പെടാം. കാരണം എം പി ആയും ലോക്സഭാ എം പിയും രാജ്യസഭാ എം പിയുമായും ആ പ്രദേശത്ത് ഏറെ സുപരിചിതനാണ്. മറ്റു പരിചയപ്പെടുത്തലുകളൊന്നും ആവശ്യമില്ല എന്ന പ്രത്യേകത അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ഒരു മണ്ഡലത്തിലെ സുപരിചിതൻ അദ്ദേഹത്തിൻ്റെ ഒരു ഘടകമാണ്. അനുകൂല ഘടകങ്ങളിൽ ജോസ് കെ മാണിക്ക് അവകാശപ്പെടാനുള്ള ഒരു കാര്യം ഇതാണ്. മറ്റൊന്ന്, കേരള കോൺഗ്രസ് ചെയർമാൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ സ്വാധീനം. നമുക്കറിയാം, കേരള കോൺഗ്രസിൻ്റെ ഒരു സ്വാധീന മേഖല തന്നെയാണ് പാല. സ്വാഭാവികമായും ആ സ്വാധീന മേഖലയിലെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാൻ എന്ന സ്വാധീനം അദ്ദേഹത്തിനുണ്ട്. മറ്റൊന്ന്, കെ എം മാണിയുടെ പുത്രൻ എന്ന ഒരു സ്വീകാര്യതയാണ്. കേരള കോൺഗ്രസ് എം ചെയർമാൻ എന്ന സ്വീകാര്യതയ്ക്കൊപ്പം അദ്ദേഹത്തിന് കെ എം മാണിയുടെ മകൻ എന്ന ഒരു സ്വീകാര്യത കൂടിയുണ്ട്. കാരണം പൊതുവിൽ കെ എം മാണി എന്നൊരു വൈകാരിക കഥാപാത്രം, വൈകാരികത പാലയിൽ പൊതുവിലുണ്ട്. പലപ്പോഴും രാഷ്ട്രീയ എതിരാളികൾ പോലും കെ എം മാണിയെ തള്ളിപ്പറയാതെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ മരണശേഷം പോലും. അപ്പോൾ ആ ഒരു സ്വീകാര്യത സ്വാഭാവികമായും അദ്ദേഹത്തിന് അവകാശപ്പെടാം. അതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. മറ്റൊന്ന്, അദ്ദേഹത്തിന് രാജ്യസഭാംഗം എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനമാണ്. കഴിഞ്ഞ ടൈമിൽ തൊട്ട് അദ്ദേഹം രാജ്യസഭാംഗമാണ്. അപ്പോൾ എം പി എന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ആ മണ്ഡലത്തിൽ നടത്തിയ ചില ഇടപെടലുകളുണ്ട്, ചില ഫണ്ട് ഡിസ്ട്രിബ്യൂഷനുണ്ട്, ആ തരത്തിൽ അദ്ദേഹം ഇടപെട്ട ചില പദ്ധതികളുണ്ട്. ഇത്തരത്തിൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന സ്വാധീനം, അതായത് ഒരു പൊതുവിലുള്ള ഒരു സാധാരണ രാഷ്ട്രീയ നേതാവ് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നു എന്നതിൽ നിന്നപ്പുറം ഒരു രാജ്യസഭാംഗം എന്ന രീതിയിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്വാധീനം അത് ചെറുതല്ല. അതാണ് അദ്ദേഹത്തിന് ആ മണ്ഡലത്തിലുള്ള ഒരു അനുകൂല ഘടകം. മറ്റൊന്ന് നോക്കാം, മാണി സി കാപ്പൻ്റെ പ്രവർത്തനത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു അതൃപ്തിയാണ്. നിലവിലുള്ള MLA-ക്കെതിരെ ഉണ്ടാവാവുന്ന ചില അതൃപ്തികൾ അത് സ്വാഭാവികമായും ജോസ് കെ മാണിക്ക് അനുകൂല ഘടകമായി മാറാനുള്ള സാധ്യത ചെറുതല്ല എന്നതുകൂടിയാണ് നമുക്ക് നോക്കേണ്ട കാര്യം. ഇനി നോക്കാം, ഈ ജോസ് കെ മാണിക്ക് പ്രതികൂലമാവാൻ സാധ്യതയുള്ള ഘടകങ്ങൾ എന്തൊക്കെയെന്നത് കൂടി ശ്രദ്ധേയമാണ്. നമുക്ക് നോക്കാം. ജോസ് കെ മാണിക്ക് പ്രതികൂലമാകാൻ സാധ്യതയുള്ള ഘടകങ്ങൾ, ഒന്ന്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടിയാണ്. അത് ശ്രദ്ധേയമാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലാ നഗരസഭയിൽ അടക്കം ഭരണം നഷ്ടപ്പെടുന്ന വലിയ തിരിച്ചടി ആ മേഖലകളിൽ ഇടതുപക്ഷത്തിന്, അതായത് സംസ്ഥാനത്ത് കേരള കോൺഗ്രസിന് അനുകൂലമല്ലാത്ത, കേരള കോൺഗ്രസ് ഉൾപ്പെടുന്ന മുന്നണിക്ക് അനുകൂലമല്ലാത്ത രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുമ്പോഴും പാലയും അതിൻ്റെ ചുറ്റുപാടുമുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ കേരള കോൺഗ്രസിന് ഒരു അതീശത്വം ഉണ്ടായിരുന്നു. അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടു എന്നൊരു സാഹചര്യമുണ്ട്. ചിലയിടത്ത് സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കൂടിയും മറ്റിടങ്ങളിൽ തിരിച്ചടിയുണ്ട്. അത് ജോസ് കെ മാണിക്ക് സ്ഥാനാർത്ഥിയാവുമ്പോൾ ഒരു പ്രതികൂല ഘടകമാണ്. മറ്റൊരു പ്രതികൂല ഘടകം എന്ത് എന്ന് നോക്കാം. അത് മറ്റൊന്നുമല്ല, ഈ മുന്നണി മാറ്റ വിവാദം ഉണ്ടാക്കിയ ഒരു ആശയക്കുഴപ്പമാണ്. കാരണം മുന്നണി മാറ്റ വിവാദം വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പം ഇടതുമുന്നണിക്കകത്തുണ്ടാക്കിയിട്ടുണ്ട്. ഒരുപക്ഷേ ഈ കേരള കോൺഗ്രസിൻ്റെയും CPM പ്രവർത്തകർക്കിടയിലും ഈ ആശയക്കുഴപ്പം പ്രകടമാവാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതുണ്ടാക്കുന്ന ആശയക്കുഴപ്പം അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് രംഗത്തിൽ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഒരുപക്ഷേ വെല്ലുവിളി ഉണ്ടാക്കിയേക്കാം എന്ന സാഹചര്യമുണ്ട്. മറ്റൊന്ന്, ഈ ജോസ് കെ മാണിക്കെതിരെ UDF കേന്ദ്രങ്ങളിൽ നടക്കുന്ന പ്രചരണം, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വളരെ ടാർജറ്റഡായ മൂവ് ജോസ് കെ മാണിക്കെതിരെ ആ മേഖലകളിലുണ്ട്. കാരണം മാണി സി കാപ്പൻ്റെ പരമ്പരാഗതമായ അദ്ദേഹത്തിൻ്റെ കേന്ദ്രങ്ങൾക്കുമപ്പുറം അവിടുത്തെ ഒരു കേരള കോൺഗ്രസ് വിരുദ്ധപക്ഷവും ജോസ് കെ മാണി വിരുദ്ധപക്ഷവുമായി നിൽക്കുന്ന മറ്റു കുറേ ആളുകൾ കൂടിയുണ്ട്. അപ്പോൾ അവരൊക്കെ അദ്ദേഹത്തിനെതിരെ നടത്തുന്ന പ്രചരണം സ്വാഭാവികമായും ആ മേഖലയിൽ സാധ്യതയുണ്ട്. അത് ജോസ് കെ മാണിക്കെതിരായി നടക്കുന്ന ഒരു പ്രചരണം കൂടിയായി മാറുകയാണ്. പിന്നെ അദ്ദേഹത്തിനൊരു ആക്ഷേപമുള്ളത്, പിതാവിന് ശേഷം ആ മണ്ഡലം നിലനിർത്താൻ കഴിഞ്ഞില്ലെന്നൊരു പഴി. അത് ജോസ് കെ മാണിക്ക് മുന്നിൽ വലിയ വെല്ലുവിളിയാണ്. കാരണം 13 വർഷം പാലയുടെ ചരിത്രത്തിൽ കെ എം മാണി എന്ന പേര് മാത്രം ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം നടന്ന ആ തെരഞ്ഞെടുപ്പിൽ പോലും അത് ആ അനുകൂല ഘടകങ്ങൾ ഏറെ ഉണ്ടായിട്ട് കൂടിയും അത് നിലനിർത്താൻ കഴിഞ്ഞില്ല. അന്ന് കേരള കോൺഗ്രസിലെ തർക്കമൊക്കെ വെല്ലുവിളിയായി മാറി. എന്തായാലും അന്ന് ആ മണ്ഡലം നിലനിർത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ടുകൂടിയാണ് പിന്നീടുള്ള തെരഞ്ഞെടുപ്പിലും ഇത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായതെന്ന് കൂടിയാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് ഈ പഴയ കെ എം മാണി അനുകൂലികൾ അദ്ദേഹത്തെ കൈവിട്ടോ, കെ എം മാണിയുടെ പാർട്ടിയെ കൈവിട്ടോ എന്നൊരു ആക്ഷേപമാണ്. കാരണം കെ എം മാണിക്കൊപ്പം ഉണ്ടായിരുന്ന പല വിശ്വസ്തരും അദ്ദേഹത്തിൻ്റെ മരണശേഷമോ പിന്നീടോ ജോസ് കെ മാണിക്കൊപ്പം ഉണ്ടായില്ല എന്നതാണ് സാഹചര്യം. ഇത്തരം പ്രതികൂല ഘടകങ്ങളൊക്കെ ജോസ് കെ മാണിക്ക് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ പാലയിൽ വെല്ലുവിളിയാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അതാ മറ്റാരുമല്ല, നിലവിലെ സിറ്റിംഗ് MLA മാണി സി കാപ്പൻ. മാണി സി കാപ്പൻ്റെ അനുകൂല പ്രതികൂല ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ മാണി സി കാപ്പൻ്റെ അനുകൂല ഘടകങ്ങളിലേക്ക് പോകുമ്പോൾ പാലായിൽ ഒരു അട്ടിമറി വിജയമുണ്ടാക്കിയ ആത്മവിശ്വാസമാണ് ചെറുതല്ലത്. കാരണം
നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 13 തെരഞ്ഞെടുപ്പുകളിലായി തുടർച്ചയായി വിജയിച്ചു വന്നിരുന്ന KM മാണിയുടെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞ വ്യക്തി എന്ന മാണി സി കാപ്പന് നൽകിയ ഒരു ആത്മവിശ്വാസം, അത് 2019 ഉപതെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായ അട്ടിമറിയാണ്. പിന്നീട് ആ സാഹചര്യം അദ്ദേഹത്തിന് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുന്നു എന്നതാണ് മാണി സി കാപ്പൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ ഘടകം. മറ്റൊരു കാരണം എന്താണ്? അത് മറ്റൊന്നുമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ അനുകൂല സാഹചര്യമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF അനുകൂലമായി സാഹചര്യമുണ്ടാകുന്നു, അല്ലെങ്കിൽ UDFൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ വിജയിക്കുന്നു എന്നതാണ് പാലാ മേഖലയിൽ കണ്ടത്. കാരണം പാലാ നഗരസഭയിലടക്കം ഭരണം പിടിക്കാൻ കഴിഞ്ഞത്, ചില സ്വതന്ത്രരെ നിർത്തി ചില അട്ടിമറികൾ നടത്താൻ കഴിഞ്ഞത്, ഒടുവിൽ അവരെ ഒപ്പം നിർത്താൻ കഴിഞ്ഞത്, ഇതൊക്കെ അനുകൂല തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളായിരുന്നു. അതിൻ്റെ മുന്നണി പോരാളി എന്ന രീതിയിൽ അത് മാണി സി കാപ്പൻ്റെ കൂടെ നേട്ടമായി മാറുന്നു എന്നതാണ് സാഹചര്യം. മറ്റൊന്ന്, കേരള കോൺഗ്രസിൻ്റെ മുന്നണി മാറ്റ വിവാദമുണ്ടാക്കിയ സാഹചര്യമാണ്. നേരത്തെ നമ്മൾ ജോസ് കെ മാണിയുടെ കാര്യം പറഞ്ഞപ്പോൾ അത് ജോസ് കെ മാണിക്ക് എതിരായ രാഷ്ട്രീയ സാഹചര്യമെങ്കിൽ ആ മുന്നണി മാറ്റ വിവാദം മാണി സി കാപ്പനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ആയി മാറുന്നു എന്നതുകൂടി പാലയിൽ ശ്രദ്ധേയമാണ്. മറ്റൊന്ന്, ഈ മണ്ഡലത്തിൽ പൊതുവിൽ UDFൻ്റെ ഒരു ഐക്യം ശക്തിപ്പെട്ടു എന്ന ഒരു പ്രവർത്തന സാഹചര്യമാണ്. അത് ആ മണ്ഡലത്തിൻ്റെ പൊതുവായ പ്രവർത്തനത്തിൽ MLA എന്ന രീതിയിൽ അദ്ദേഹത്തിന് നേട്ടമുണ്ടാക്കും. ഒപ്പം MLA എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായും സിറ്റിംഗ് MLAയുടെ വികസന നേട്ടങ്ങൾ വിലയിരുത്തുന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ ആ മണ്ഡലത്തിൻ്റെ സിറ്റിംഗ് നിലവിലെ ജനപ്രതിനിധി എന്ന രീതിയിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ മാണി സി കാപ്പന് അതിൻ്റെ സ്വാധീനം ചെറുതല്ലായി ഉണ്ടാകും എന്നതാണ്. ഇനി നമുക്ക് നോക്കാം മാണി സി കാപ്പൻ്റെ പ്രതികൂലമായ ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന കാര്യം. മാണി സി കാപ്പന് പ്രതികൂലമാവുന്നത് MLAയുടെ മറ്റൊന്നുമല്ല, MLAയുടെ നിലവിലുള്ള MLAക്കെതിരെ ഉയരാവുന്ന ഒരു അതൃപ്തിയാണ്. അതായത് സർക്കാരുകൾക്കെതിരെ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് പോലെ MLAക്കെതിരെയും ഒരു വികാര സാധ്യതയുണ്ട്. അത് സ്വാഭാവികമായും അദ്ദേഹത്തിന് എല്ലാ തെരഞ്ഞെടുപ്പിലും എല്ലാവരും നേരിടേണ്ടതാണ്. അത് അദ്ദേഹത്തിനുള്ള വെല്ലുവിളി ഉണ്ടാക്കാം. മറ്റൊന്ന്, ഈ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതൃത്വവുമായി അദ്ദേഹത്തിനുണ്ടായ ചില അകൽച്ചകളാണ്. അവിടെ ചില പ്രശ്നങ്ങളുണ്ട്. തുടക്കത്തിലേതുപോലെയല്ല, അവിടെ മാണി സി കാപ്പന് ചില അകൽച്ച ഉണ്ടാക്കുന്ന ചില സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട്. അത് വെല്ലുവിളി ഉണ്ടാക്കുന്നതാണ്. വേറൊരു ഘടകം കൂടിയുള്ളത്, വലിയൊരു വികസന പദ്ധതികളൊന്നും അവകാശപ്പെടാനില്ലാത്ത സാഹചര്യമാണ്. പലരും ഈ മാണി സി കാപ്പൻ്റെ വിമർശകർ പറയുന്ന ഒരു കാര്യം, KM മാണി പാലാ എന്ന നിയമസഭാ മണ്ഡലത്തെ പരുവപ്പെടുത്തിയെടുത്തത് ഒരു വികസന അജണ്ടയിലൂന്നിയാണ്. പക്ഷേ മാണി സി കാപ്പൻ അത്ര വലിയ വികസന പദ്ധതികളൊന്നും അവകാശപ്പെടാനില്ല എന്നതാണ് അദ്ദേഹത്തിന് ഉള്ള ഒരു കാര്യം. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് രംഗത്തൊരു വിമർശനമായി ഒരുപക്ഷെ അത് മാറിയേക്കാം. മറ്റൊന്ന്, ഒരു ശക്തനായ BJP സ്ഥാനാർത്ഥി വന്നാൽ ഉണ്ടാകുന്ന സാഹചര്യം, അതായത് ഒരു ത്രികോണ പോരാട്ട ചിത്രം ഉണ്ടായാൽ ഒരു പക്ഷേ അത് മാണി സി കാപ്പന് വിരുദ്ധമായി മാറുകയോ, അതായത് നേരത്തെ BJP വോട്ടുകളുടെ ഒരു പക്ഷമെങ്കിലും പിടിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് കണ്ടതാണ്. BJP വോട്ടുകളുടെ ഒരു ശതമാനമെങ്കിലും മാണി സി കാപ്പന് കിട്ടാറുണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം വിജയിച്ചത്. പക്ഷേ ഇത്തവണയ്ക്ക് വരുമ്പോൾ BJP ഒരു മികച്ച സ്ഥാനാർത്ഥി വന്നാൽ ആ വോട്ടുകൾ BJPയിലേക്ക് തന്നെ പോയാൽ ഉണ്ടാകുന്ന സാഹചര്യം. മറ്റൊന്ന്, മണ്ഡലത്തിലെ ദുർബലമായ ഒരു സംഘടനാ സംവിധാനം. മാണി സി കാപ്പൻ്റെ പാർട്ടിക്ക് വലിയ സംഘടനാ സംവിധാനമോ ശക്തിയോ ഒന്നും ആ തരത്തിലില്ല. വ്യക്തി കേന്ദ്രീകൃതമാണ് അവിടുത്തെ രാഷ്ട്രീയം. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ ഒരു സംഘടനാ സംവിധാനമില്ലാത്തത് ഉണ്ടാക്കാൻ സാധ്യതയുള്ള പ്രതിസന്ധി, അതാണ് മാണി സി കാപ്പനെ കാത്തിരിക്കാൻ പോകുന്ന മറ്റൊരു വെല്ലുവിളി. ഇനി നമുക്ക് അടുത്ത സാധ്യതാ സ്ഥാനാർത്ഥി ഷോൺ ജോർജ് ആണ്. ഷോൺ ജോർജിൻ്റെ അനുകൂലവും പ്രതികൂലവുമായ ഘടകങ്ങൾ നോക്കാം. ക്ഷമിക്കണം, ഷോൺ ജോർജിൻ്റെ അനുകൂല ഘടകങ്ങളിലേക്ക് വരുമ്പോൾ സംസ്ഥാനമാകെ അറിയപ്പെടുന്ന ഒരു വ്യക്തി എന്ന സ്വീകാര്യത, പല പൊതുവിഷയങ്ങളിലും ഷോൺ ജോർജിൻ്റെ ഇടപെടലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ പൊതുവിൽ സംസ്ഥാനത്ത് അറിയപ്പെടുന്ന ഒരു വ്യക്തി എന്ന സ്വീകാര്യതയുണ്ട്. അത് പൊതുവിൽ സ്ഥാനാർത്ഥിയാവുമ്പോൾ ഷോൺ ജോർജിനെ അവകാശപ്പെടാനുള്ള ഒരു കാരണമാണ്. മറ്റൊന്ന്, BJPയുടെ പരമ്പരാഗത വോട്ടുകൾക്കപ്പുറമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനശേഷിയാണ്. BJPയുടെ പരമ്പരാഗത വോട്ടുകൾക്കപ്പുറം സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ശേഷി ഷോൺ ജോർജിന് പൊതുവിലുണ്ട്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കേരള കോൺഗ്രസ് പാരമ്പര്യമൊക്കെ ആ തരത്തിൽ ഉപയോഗപ്പെടുത്താം. മറ്റൊന്ന്, സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ച് നേരത്തെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരുക്കമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, ചുവരുകളൊക്കെ ഒരുങ്ങുന്നു, ചില ക്യാമ്പയിനുകളൊക്കെ നടത്തുന്നു. ഇങ്ങനെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിന് നടത്തിയ ഒരുക്കം സ്വാഭാവികമായും നേട്ടമാക്കാനുള്ള സാധ്യത അവിടെ ഷോൺ ജോർജിനുണ്ട്. ഇനി ഷോൺ ജോർജിൻ്റെ പ്രതികൂല ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം. ഷോൺ ജോർജിൻ്റെ പ്രതികൂലമാകാൻ സാധ്യതയുള്ള ഘടകങ്ങൾ, BJPക്ക് കാര്യമായ സ്വാധീനമില്ലാത്ത മണ്ഡലം, അതായത് കേരള കോൺഗ്രസിൻ്റെ സംഘടനാശേഷിയുമായി താരതമ്യം ചെയ്യുമ്പോൾ BJPക്ക് അത്രമേൽ സംഘടനാശേഷിയൊന്നുമുള്ള ഇടമല്ല പാലാ എന്നൊരു പ്രശ്നമുണ്ട്. അത് ഒരു പ്രതികൂലമാവാൻ സാധ്യതയുള്ള ഒരു ഘടകമാണ്. മറ്റൊന്ന്, പരമ്പരാഗത BJP വോട്ടുകളിൽ പിളർപ്പുണ്ടാകുമോ എന്ന ആശങ്കയാണ്. ഷോൺ ജോർജ് ഒരു കേരള കോൺഗ്രസ് പാരമ്പര്യമുള്ള വ്യക്തിയാണ്, ഒരു ക്രൈസ്തവ മുഖമാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് പരമ്പരാഗത വോട്ടുകളിൽ, BJPയുടെ പരമ്പരാഗത വോട്ടുകളിൽ എന്തെങ്കിലും വിള്ളൽ വരുത്താൻ ഉള്ള ഒരു ആശങ്കയുണ്ടോ എന്നൊരു ആശങ്കയാണ്, സ്വാഭാവികമാണ്. അത്
തീർച്ചയായും ഒരു പ്രതിസന്ധിയായി മാറിയേക്കാം. മറ്റൊന്ന്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ BJPയുടെ മോശം പ്രകടനമാണ്. നമ്മൾ സൂചിപ്പിച്ചു 2021 തൊട്ട് മുമ്പുള്ള തെരഞ്ഞെടുപ്പിനേക്കാൾ ഏകദേശം 10,000-ൽ പരം വോട്ടുകളുടെ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് സ്വാഭാവികമായ കണക്കൊരു വെല്ലുവിളിയാണ്. അതുണ്ടാക്കുന്ന സാഹചര്യം സ്വാഭാവികമായി ഉണ്ടാകുന്ന വെല്ലുവിളി എന്ന കാര്യം കൂടിയുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, അവിടെ BJP നേരത്തെ തന്നെ ചുവരൊക്കെ എഴുതി ചിത്രമൊക്കെ വരച്ച് ആളുടെ പേര് മാത്രമേ എഴുതാനുള്ളൂ. അങ്ങനെ പ്രചരണം പാലയിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ പാലയിൽ കൃത്യമായൊരു ത്രികോണ പോരാട്ടമാണ്. ഇവിടെ നമ്മൾ കേൾക്കേണ്ടത് ഷോൺ ജോർജിൻ്റെ വാക്കുകൾ കൂടിയാണ്. ഷോൺ ജോർജ് എന്തായാലും അവിടെ ക്യാമ്പയിനുകളിലൊക്കെ ഏർപ്പെടുന്നുണ്ട്, സജീവമാവുന്നുണ്ട്. ഇത്തവണ ആ മണ്ഡലം പിടിച്ചെടുക്കുമെന്നതാണ് BJPയുടെ അവകാശവാദം. അതായത് PC തോമസ് മുമ്പ് മണ്ഡലത്തിൽ നേടിയ ഒരു അട്ടിമറി വിജയം, മൂവാറ്റുപുഴ ലോക്സഭയുടെ ഭാഗമായിരുന്നപ്പോൾ PC തോമസ് അവിടെ ഇരു മുന്നണികളെ അട്ടിമറിച്ചുകൊണ്ട് വിജയം നേടി. ആ വിജയമാണ് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അവിടെ ഷോൺ ജോർജ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.